Good afternoon, all. Good afternoon, Miss. Good Good afternoon, afternoon. ma'am. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ OPD-യിലെ ജനറൽ പ്രോബ്ലംസ് ആണ് നോക്കിയത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു OPD-യിലെ പ്രോബ്ലംസിൽ രണ്ടായിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ജനറൽ പ്രോബ്ലംസ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബ്ലംസ്. അപ്പൊ ജനറൽ പ്രോബ്ലംസിൽ നമ്മൾ പഠിച്ചത് ഏതൊക്കെയായിരുന്നു? ഡോക്ടേഴ്സിന്റെ അഭാവം, അതുപോലെ തന്നെ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ് സിസ്റ്റം, വെയിറ്റിംഗ് ടൈം, മെഡിസിൻ റൂമിനുള്ളിലൊക്കെ വെയിറ്റിംഗ് ടൈമിലുള്ള ലോങ് വെയിറ്റിംഗ് ടൈം, ദെൻ ഫെസിലിറ്റികളുടെ അഭാവം, സൗകര്യങ്ങളുടെ കുറവ്, അതുപോലെ തന്നെ പരിചരണത്തിന്റെ ഒക്കെ ഒരു കുറവും കാര്യങ്ങളൊക്കെ. ഇനി നമ്മൾ അടുത്തത് നോക്കുന്നത് സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബ്ലം. അപ്പൊ ജനറൽ ആയിട്ട് പറഞ്ഞത് നമ്മൾ കോമൺ ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെയാണ് പറഞ്ഞത്. ഇനി കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ OPD-യിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. അത് പോയിന്റ് ഔട്ട് ചെയ്ത് തന്നിരിക്കുകയാണ് കേട്ടോ, ശ്രദ്ധിക്കാം. Then ഫസ്റ്റ് പോയിന്റ് പറയുന്നത് പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്യൂട്ടീസ് അണ്ടർടേക്കൺ ബൈ ദ ഓക്സിലറീസ് ആർ ഡൺ hurriedly in order to keep pace with the consultation of doctors. This creates inappropriate documentation. ഡ്യൂട്ടീസ് അണ്ടർടേക്കൺ ബൈ ഓക്സിലറീസ്. ഈ ഓക്സിലറീസ് എന്ന് പറയുന്നത് ആരാണ്? ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഡോക്ടറിന്റെ റൂമിൽ ചെയ്യുമ്പോൾ ഡോക്ടറിന്റെ ഒരു ഓക്സിലറി സഹായിയായിട്ട് ഒരു നേഴ്സ് ഉണ്ടാവും, ഒരു അസിസ്റ്റന്റ് ഉണ്ടാവില്ലേ? ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നിങ്ങൾ കാണാറില്ലേ, ഡോക്ടറിന്റെ റൂമിൽ ഡോക്ടർ മാത്രം ഇരിക്കുമോ? ഒരു അസിസ്റ്റന്റ് ഉണ്ടാകും. ഓക്സിലറി എന്ന് പറയുന്നത് അസിസ്റ്റന്റ് ആണെങ്കിൽ ഒരു അസിസ്റ്റന്റ് നേഴ്സ് ഉണ്ടാകും. ദെൻ നേഴ്സ് ചുമ്മാ നിൽക്കണേ ഇരിക്കോ? നേഴ്സ് ഡോക്ടർ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാകും. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? നേഴ്സ് എന്ത് ചെയ്യും? നോട്ട് ചെയ്യും. നമുക്ക് പറയുന്ന മെഡിസിൻസിന്റെ ആയാലും ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. സോ ഈ നമ്മൾ ഈ നോട്ട് ചെയ്യുന്നത് ഡ്യൂട്ടീസ് അണ്ടർടേക്കൺ ബൈ ഓക്സിലറി ഹറിഡ്ലി, അതായത് അവർ ഈ ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ ഹറിഡ്ലി ആയിട്ട് പെട്ടെന്ന് തിടുക്കത്തിൽ നോട്ട് ചെയ്യുമ്പോൾ this creates inappropriate documentation. അവർ എഴുതുന്നതിൽ, ആ ഡോക്യുമെന്റേഷൻ എഴുതുന്നതിൽ മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉണ്ടെന്ന്. അതായത് ശ്രദ്ധയോടുകൂടി ശ്രദ്ധിച്ച് എഴുതാതെ ഹറിഡ്ലി ആയിട്ട് പെട്ടെന്ന് എഴുതുമ്പോൾ ആ എഴുതുന്നതിൽ, ആ ഡോക്യുമെന്റേഷൻസിൽ എന്ത് വരുന്നു? ഇൻഅപ്രോപ്രിയേറ്റ് ആവുന്നത്. അതായത് എന്തെങ്കിലും തെറ്റുകൾ, മിസ്റ്റേക്കുകൾ പറ്റാൻ ചാൻസ് ഉണ്ടെന്ന്. അപ്പൊ അതാണ് ഒന്നാമത്തെ സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബ്ലം എന്ന് പറയുന്നത്. സോ ശ്രദ്ധയോട് കൂടിയിട്ട് വേണം എഴുതാൻ. പെട്ടെന്ന് തിടുക്കത്തിലൊക്കെ എഴുതുമ്പോൾ ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ ഡോക്യുമെന്റേഷൻസിൽ സൃഷ്ടിക്കുന്നു. രണ്ടാമത്തെ പ്രോബ്ലം, ഓക്സിലറി സ്റ്റാഫ് സംടൈംസ് മിസ്ബിഹേവ് വിത്ത് പേഷ്യൻസ്. അല്ലെ, ഈ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ഈ ഓക്സിലറി സ്റ്റാഫ് ചില സമയത്ത് പേഷ്യൻസിനോട് മിസ്ബിഹേവ് ആയിട്ട് പെരുമാറുന്നു. നമുക്ക് പലവർക്കും എക്സ്പീരിയൻസ് ഉണ്ടാകും അങ്ങനെ പെരുമാറിയിട്ട്. നല്ല രീതിയിൽ പെരുമാറുന്നവരും ഉണ്ടാകും. ചിലപ്പോൾ ചില ടൈമിൽ അവർ എന്ത് ചെയ്യും? മിസ്ബിഹേവ് ആയിട്ട് നമ്മളോട് പെരുമാറിയിട്ടുണ്ടാവും. പെരുമാറിയിട്ടുണ്ടോ അങ്ങനെ ആരെങ്കിലും? എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും നമുക്കൊരു അനുഭവമൊക്കെ ഉണ്ടാകാം, അല്ലെ? ചിലപ്പോ നമ്മള് പുറത്ത് എപ്പോഴും പെരുമാറുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഡോക്ടറെ വെയിറ്റ് ചെയ്ത് പുറത്ത് നിൽക്കുമ്പോഴേ ഒരുപാട് നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ നമ്മൾ ചിലപ്പോ ഈ നേഴ്സ് ഇറങ്ങി വരുമ്പോ നമ്മൾ ചോദിക്കാറില്ലേ? ഞാനും നിങ്ങളോട് എല്ലാവരും ചോദിക്കാറുണ്ട്, ഇപ്പൊ എത്രാമത്തെ നമ്പർ ആയി, അല്ലെങ്കിൽ നെക്സ്റ്റ് നമ്പർ നമ്മളുടെ ഇടണമെന്നൊക്കെ അറിയാനൊക്കെ നമ്മൾ ചോദിക്കും. ചിലപ്പോ ഇപ്പൊ ആയില്ല, അവർ ചിലപ്പോ നമ്മളോട് ദേഷ്യപ്പെടാറില്ലേ? ഇതൊക്കെ സ്വാഭാവികമായിട്ടും നമ്മളുടെ എക്സ്പീരിയൻസ് ആണ്, അല്ലേ? അപ്പൊ ചില ടൈമിൽ എന്ത് ചെയ്യും? ഓക്സിലറി സ്റ്റാഫ് നമ്മളോട് മിസ്ബിഹേവ് ആയിട്ട് പേഷ്യൻസിനോട് പെരുമാറുന്നത്. ഇനി മൂന്നാമത്തത്, in absence of appointment system, patients start accumulating even before office time starts, creating a long queue of patients even before the arrival of doctors. അതായത് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഒരു ഇൻആബ്സെൻസ്, ശരിയായിട്ടുള്ള രീതിയിൽ ഒരു അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഇല്ല എങ്കിൽ പേഷ്യൻസ് സ്റ്റാർട്ട് അക്യുമുലേറ്റിംഗ്, പേഷ്യൻസ് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്യണം, കുമിഞ്ഞു കൊണ്ട് നിൽക്കുമെന്ന്. അതായത് ഡോക്ടർ വരുന്നതിന് മുൻപ് ഡോക്ടറിന്റെ റൂമിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു വലിയൊരു നീണ്ട ക്യൂ തന്നെ. കാരണം എന്താണ്? അവിടെ ഒരു കൃത്യമായിട്ടുള്ള അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഒന്നും ഇല്ല. സോ ഇല്ലാത്തത് കൊണ്ട് എന്താണ്? ആളുകൾ ചിലപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള അവർക്ക് നമ്പറോ ഡോക്ടർ നമ്പറോ ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല. അതിനാൽ എന്ത് ചെയ്യും? വന്ന ആളുകൾ ചിലപ്പോൾ ഇടക്കിട്ട് കയറാനും അവിടെ പ്രശ്നങ്ങളൊക്കെ വരാനൊക്കെ ചാൻസ് ഉണ്ട്. നാലാമത്തെ പ്രോബ്ലം, interruptions of consultation or investigation. ഇന്ററപ്ഷൻ എന്ന് വെച്ചാൽ എന്താണ്?
മലയാളത്തിൽ എന്താ പറയാ? ഇന്ററപ്ഷൻസ്. ഇന്ററപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? തടസ്സങ്ങൾ അല്ലെ? കൺസൾട്ടേഷനും ഇൻവെസ്റ്റിഗേഷനുമുള്ള ഡിസ്റ്റർബൻസുകൾ, തടസ്സങ്ങൾ. അതായത് ഇപ്പോ മേ ബി എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെ ഡോക്ടറെ കാണാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ പെട്ടെന്നായിരിക്കും ചിലപ്പോ ഒരു എമർജൻസി സർജറി കേസുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഡോക്ടർ അപ്പൊ ആ ടൈമിൽ ഒന്ന് എണീറ്റ് പോകാനൊക്കെ ചാൻസ് ഉണ്ട് അല്ലെ? അപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കും. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് തടസ്സങ്ങൾ, അങ്ങനെയുള്ള ചിലപ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബ്ലത്തിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം അല്ലെ? തടസ്സങ്ങൾ, നമ്മൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു, അതുപോലെ തന്നെ പെട്ടെന്ന് ഇപ്പൊ ഡോക്ടറിന് വേറൊരു എമർജൻസി കേസ് വരുമ്പോൾ ഡോക്ടറിന് അങ്ങോട്ട് പോകേണ്ടതായിട്ടൊക്കെ വരും. അതുപോലെ തന്നെ ഇപ്പൊ എക്യുപ്മെന്റ്സ്, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ടെസ്റ്റിന് ചെല്ലുമ്പോഴായിരിക്കും എക്യുപ്മെന്റ്സ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. എക്യുപ്മെന്റ്സിന്റെ പോരായ്മ, അങ്ങനെ ഫെസിലിറ്റികളുടെ പോരായ്മകൾ, ഇതൊക്കെയാണ് തടസ്സങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത്. ദെൻ ലാക്ക് ഓഫ് പ്രൈവസി അല്ലെ? ലാക്ക് ഓഫ് പ്രൈവസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു പ്രൈവസി ഇല്ലാത്തത്. പേഷ്യൻസിന് ചില ടൈമിൽ ഒരു പ്രൈവസി കിട്ടില്ല. അത് എടുത്ത് പറയുകയാണെങ്കിൽ ഇപ്പോ കൂടുതലായിട്ടും എനിക്ക് തോന്നുന്നു ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലൊക്കെ ആണെങ്കിൽ പേഷ്യൻസ് കൂടുന്ന സമയത്ത്, അതായത് ഇപ്പോ നമുക്കറിയാലോ ഇപ്പൊ മഴക്കാലമൊക്കെയാണ്, പനി കാര്യങ്ങൾ, അങ്ങനെയുള്ള പനിക്ക് വേണ്ടിയിട്ട് തന്നെ വേറൊരു സ്പെഷ്യൽ ക്ലിനിക്ക് പോലെയൊക്കെ ഉണ്ടാവും ഹോസ്പിറ്റലുകളിൽ അല്ലെ? അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ചിലപ്പോൾ ഡോക്ടർ ഓപ്പൺ ആയിട്ട് ഇരുന്നോടെ സെപ്പറേറ്റ് റൂമിലൊന്നും ആയിരിക്കില്ല. ചിലപ്പോൾ ഒരു വലിയൊരു ഹോള് പോലത്തെ ഏരിയയിൽ ഡോക്ടർ അവിടെ ഒരു എന്താ പറയാ, ഡോക്ടർ ഒരു ടേബിളൊക്കെ ഇട്ട് ഡോക്ടർ ഇരിക്കും. ദെൻ പേഷ്യൻസും അവിടെ തന്നെ ക്യൂ ആയിട്ട് നിൽക്കുന്നു, ഓരോ പേഷ്യൻസ് നമ്മൾ കാണുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലൊക്കെ ചില പ്രൈവസി, നമുക്ക് പേഷ്യൻസിനോട് പ്രൈവസി കിട്ടില്ല. ചിലപ്പോൾ ഓപ്പൺ ആയിട്ട് കുറെ കാര്യങ്ങൾ പറയാനോ അല്ലെങ്കിൽ ഡോക്ടറിനെ സ്പെസിഫിക് ആയിട്ട് പരിശോധിക്കാനൊന്നും പറ്റില്ല. അതാണ് ലാക്ക് ഓഫ് പ്രൈവസി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ പലപ്പോഴും ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ പോകുമ്പോൾ കണ്ടിട്ടുണ്ടാകും ഇല്ലേ? അതായത് സെപ്പറേറ്റ് റൂമിലൊന്നും ആയിരിക്കില്ല, മറിച്ച് ഡോക്ടർ ചിലപ്പോൾ ഒരു ഹോളില് ഒരു വലിയൊരു ഹോളായിരിക്കും, അവിടെ തന്നെ ആയിരിക്കും ഡോക്ടർ ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് പല കാര്യങ്ങളും ഡോക്ടർക്ക് പരിശോധിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എന്താ നമുക്ക് ഓപ്പൺ ആയിട്ട് കുറെ കാര്യങ്ങൾ, കാരണം പേഷ്യൻസ് ഇങ്ങനെ നമ്മുടെ ചുറ്റും നിൽക്കുന്നുണ്ട് അല്ലെ? അപ്പൊ നമുക്കൊരു പ്രൈവസി ഉണ്ടാവില്ല, ഡോക്ടറോട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനോ അതുപോലെ ഡീറ്റെയിൽ ആയിട്ടുള്ള പരിശോധന നടത്താനോ നമുക്ക് അവിടെ സാഹചര്യം ഉണ്ടാകില്ല. ഇതാണ് ലാക്ക് ഓഫ് പ്രൈവസി എന്ന് പറയുന്നത്. ഇനി അടുത്തത് നോക്കാം, എലിജിബിൾ ഹാൻഡ് റൈറ്റിംഗ് ഓഫ് ഡോക്ടേഴ്സ് അല്ലെ? ഒരു പ്രധാന പ്രോബ്ലം ആണത് അല്ലെ? ഡോക്ടേഴ്സിന്റെ ഹാൻഡ് റൈറ്റിംഗ് മനസ്സിലാകാത്ത, എലിജിബിൾ ആയിട്ടുള്ള, വായിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഹാൻഡ് റൈറ്റിംഗ് നമ്മൾ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ശ്രമിച്ചിട്ടില്ലേ? ഡോക്ടർ എഴുതിയിരിക്കുന്ന പ്രിസ്ക്രിപ്ഷൻസ് വായിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ? എത്ര പേര് ശ്രമിച്ചിട്ടുണ്ട്? കുറച്ച് പേരൊക്കെ ശ്രമിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെ? നമ്മുടെ കുഞ്ഞുനാളിൽ തുടങ്ങി അതിനകത്ത് ഒരു എന്താ പറയാ, ഇംഗ്ലീഷിലെ അക്ഷരങ്ങൾ പോലും നമുക്കൊന്ന് വായിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അത് മറ്റൊരു ലിപി പോലെയാണ് നമുക്ക് തോന്നുന്നത് അല്ലെ? നമുക്ക് പലപ്പോഴും നമ്മൾ വായിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളിത് മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് മെഡിസിൻ വാങ്ങിക്കാനായിട്ട് കൊടുക്കുമ്പോൾ അവരിത് എങ്ങനെ വായിച്ച് നമുക്ക് തരുന്നു ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഞാനും അടക്കം ചെറിയ മീൻസ് നമ്മളുടെ അറിവില്ലാത്ത ഒരു ടൈമിൽ നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് അല്ലെ? അവരെങ്ങനെയാണ് ഇത് വായിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള മെഡിസിൻ തരുന്നത്? അവരുടെ എക്സ്പീരിയൻസിലൂടെയാണ് കേട്ടോ. അവർക്ക് ഇതിന് വേറെ കോച്ചിങ്ങിലൊന്നും പോയിട്ടില്ല, എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അവർക്ക്. അപ്പൊ ഓരോ ഡോക്ടേഴ്സിന്റെ അവര് ആ ഒരു കോഡുകളും കാര്യങ്ങളൊക്കെ പോലെ പഠിച്ചെടുക്കുന്നതാണ്. ഇതൊരു പ്രശ്നമാണെന്ന് ക്ലിയർ ആയിട്ട് തന്നെ നമ്മൾ എഴുതണം ഡോക്ടേഴ്സ്. നിങ്ങൾ എനിക്ക് തോന്നുന്നു കുറച്ച് നാളുകളൊക്കെ മുമ്പ് സോഷ്യൽ മീഡിയയിൽ എവിടേക്കാണ് എനിക്ക് ഓർമ്മയില്ല, നമ്മള് ഫേസ്ബുക്കിലും ഇതിലൊക്കെ ഒരു ഫേമസ് ആയിട്ട് ഒരു ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നു, അറിയിൽ കണ്ടായിരുന്നു, ക്ലിയർ ആയിട്ട് എഴുതിയിരിക്കുന്നത്. കാരണം നമുക്ക് ആർക്ക് വേണമെങ്കിലും വായിച്ചെടുക്കാൻ പറ്റുന്നത് ഓരോ മെഡിസിന്റെ. അഞ്ചു വായിച്ചിട്ടുണ്ടായിരുന്നോ? എവിടത്തെ ഡോക്ടർ, ഏത് ജില്ലയിൽ ഡോക്ടറിന്റെ എനിക്ക് അറിയില്ല, പേര് ഞാൻ ഓർക്കണില്ല. പ്രിസ്ക്രിപ്ഷൻ ഭയങ്കര വൈറലായിട്ടിട്ടുണ്ടായിരുന്നു. കാരണം അങ്ങനെ ഇതുപോലെ ഒരു എന്താ പറയാ, 100-ലൊരു 20% മാത്രം അങ്ങനെ അത്രയും ക്ലിയർ ആയിട്ട് എഴുതുള്ളൂ. അപ്പൊ അത് സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ച് നാൾ അങ്ങനെ ഒരു വൈറലായിട്ടൊക്കെ കണ്ടൊരു പോസ്റ്റ് ആണത്. കാരണം നല്ല രീതിയിൽ അത് നമുക്ക് ആർക്ക് വേണമെങ്കിലും വായിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് അദ്ദേഹം പ്രിസ്ക്രിപ്ഷൻ എഴുതിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞത് എലിജിബിൾ ഹാൻഡ് റൈറ്റിംഗ് ഓഫ് ഡോക്ടേഴ്സ്, ഡോക്ടേഴ്സിന്റെ ഹാൻഡ് റൈറ്റിംഗ് മനസ്സിലാകാത്തൊരവസ്ഥ. ദെൻ പോളിഫാർമസി. ഇനി എന്താ പോളിഫാർമസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു പേഷ്യന്റിന് നമ്മൾ ഒന്നിലധികം ഒരുപാട് മെഡിസിൻസ് കൊടുക്കുന്നത്. ഒരുപാട് മെഡിസിൻ കൊടുക്കുക എന്ന് പറയുന്നത് അവരുടെ അസുഖത്തിനെ സംബന്ധിച്ചായിരിക്കും. സോ എങ്കിലും ഒരുപാട് മെഡിസിൻസ് കൊടുക്കുമ്പോൾ അവർക്കത് ഒന്നിലധികം മെഡിസിൻസ് കൊടുക്കുമ്പോൾ അവർക്ക് കൺഫ്യൂഷൻ വരുത്താനായിട്ട് ചാൻസ് ഉണ്ടെന്ന്. അതായത് അവർക്ക് ഏത് കഴിക്കണം, ഏതൊക്കെയാണ്, എപ്പോഴാണെന്നുള്ള കൺഫ്യൂഷൻ വരാനായിട്ട് ചാൻസ് ഉണ്ട്.
സോ ഒന്നിലധികം മെഡിസിൻസ് കൊടുക്കുന്നത് ഒരു പ്രോബ്ലമാണ്. Then എട്ടാമത്തെ പ്രോബ്ലം, ക്യൂസ് ആർ നോട്ട് പ്രോപ്പർലി മെയിൻറ്റെയിൻഡ്. അതായത് ക്യൂ നിൽക്കുന്നത്, ഇപ്പൊ നമ്മൾ ഡോക്ടറെ കാണാനോ മെഡിസിൻ വാങ്ങിക്കാനോ ക്യൂ നിൽക്കുന്നത് പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാതെ വരിക. അതായത് നമ്മൾ പറഞ്ഞ ചില ആളുകളുണ്ട് ഇടയ്ക്കിട്ടൊക്കെ കയറാനൊക്കെ ശ്രമിക്കും അല്ലെ, അപ്പൊ അവിടെ പ്രശ്നങ്ങളൊക്കെ വരും. സോ ക്യൂസ് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. അതായത് നമ്പർ വിളിക്കുമ്പോൾ മാത്രം ആ നമ്പറിന്റെ ആളുകൾ മാത്രം കയറുക. ഇടയ്ക്കിട്ടുള്ള ഒരു ടെൻഡൻസി ഒഴിവാക്കുക. Then ninth one, prescribed medicines are not always available at pharmacy. ഇനി ചില സമയത്ത് നമ്മൾ ഫാർമസിയിൽ മെഡിസിൻ വാങ്ങിക്കാനായിട്ട് പ്രിസ്ക്രിപ്ഷൻ ആയിട്ട് ചെല്ലുമ്പോൾ ചില മെഡിസിൻസ് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, പുറത്ത് പോയിട്ട് ഹോസ്പിറ്റലിൽ പുറത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് വാങ്ങിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അത് പലർക്കും അതൊരു ബുദ്ധിമുട്ടാണ്. എല്ലാ മെഡിസിനും ഓൾറെഡി നമുക്ക് ഹോസ്പിറ്റലിലും ഫാർമസിയിൽ നിന്ന് ലഭിക്കുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. സോ ചില മെഡിസിൻസുകൾ എന്താ ഫാർമസിയിൽ ഉണ്ടായിരിക്കില്ല, അപ്പൊ അതൊരു പ്രോബ്ലം തന്നെയാണ്. പത്താമത് നോക്കാം, യൂസ് ഓഫ് ട്രേഡ് നെയിം ഓഫ് മെഡിസിൻസ് ബൈ ദ ഡോക്ടേഴ്സ് ക്രിയേറ്റ് കൺഫ്യൂഷൻ ടു പേഷ്യൻസ് when different named medicine of same genera is supplied to the patients. ഇനി യൂസ് ഓഫ് ട്രേഡ് നെയിം ഓഫ് മെഡിസിൻ ബൈ ഡോക്ടേഴ്സ്. ഇനി ഡോക്ടേഴ്സ് മെഡിസിൻ എഴുതുമ്പോൾ മെഡിസിന്റെ ട്രേഡ് നെയിം എഴുതുന്നത് ഒരു പ്രോബ്ലം ആണെന്ന്. ട്രേഡ് നെയിം എന്ന് വെച്ചാൽ എന്താണ്, ഒരു മെഡിസിന് തന്നെ പല നെയിമുകൾ ഉണ്ടാകും, പല പേരുകളിൽ, എങ്കിലും കണ്ടന്റ് സെയിം ആയിരിക്കും. പക്ഷെ മെഡിസിൻ ഇപ്പോ കമ്പനി വ്യത്യാസം ഉണ്ടാവും ചിലപ്പോ, അപ്പൊ പേരുകൾ മാറും, ചിലപ്പോൾ മരുന്നിന്റെ കളർ മാറാനൊക്കെ ചാൻസ് ഉണ്ട് അല്ലേ. പക്ഷെ അതിൽ അടങ്ങിയിരിക്കുന്ന കണ്ടന്റ് എന്തായിരിക്കും, ഒന്ന് തന്നെയായിരിക്കും. ട്രേഡ് നെയിമുകൾ വ്യത്യാസം ഉണ്ടാകും. ഓരോ കമ്പനികൾ വരുമ്പോൾ ആ മരുന്നിന്റെ പേരുകൾ തമ്മിൽ വ്യത്യാസം വരും. അപ്പൊ അത് കഴിക്കുന്ന പേഷ്യൻസിന് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാകും. Then when different named medicine same genera, അതായത് സെയിം കണ്ടന്റ് ഉള്ള ഡിഫറെന്റ് നെയിം ആയിട്ടുള്ള മെഡിസിൻ സപ്ലൈ ചെയ്യുമ്പോൾ പേഷ്യൻസിന് അത് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ടെന്ന്. എക്സാമ്പിൾ പറയണമെങ്കിൽ ഇപ്പൊ നിങ്ങളുടെയൊക്കെ വീടുകളിലെ ഇച്ചിരി മുതിർന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർ സ്ഥിരമായിട്ട് കഴിക്കുന്ന മെഡിസിൻ ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ നെക്സ്റ്റ് ടൈം അത് വാങ്ങിക്കുമ്പോൾ വേറൊരു കമ്പനിയുടെ ആയിരിക്കും. സോ അവർ സമ്മതിക്കില്ല, അവർക്ക് കഴിക്കാനൊക്കെ കംഫർട്ടബിൾ ആയിരിക്കില്ല ഇല്ലേ, അങ്ങനെയല്ലേ? സത്യമില്ല ഞാൻ പറഞ്ഞ കാര്യം അല്ലെ? കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു ഏജ് ആയിട്ടുള്ളവരൊക്കെ അവര് പറയും ഇതെല്ലാം മെഡിസിൻ. അപ്പൊ നമ്മൾ പറയുന്നത് സെയിം കമ്പനിയാണ് അല്ലെങ്കിൽ മരുന്ന് അത് തന്നെയാണെന്ന് പറഞ്ഞാലും അവർ കഴിക്കില്ല. കാരണം എന്താണ്, അവർ കഴിച്ചപ്പോ ആ ഒരു സ്ട്രിപ്പിന്റെ കളറൊക്കെ വ്യത്യാസം ഉണ്ടാകും അല്ലെ. ഈ മെഡിസിന്റെ സ്ട്രിപ്പിന്റെ കളർ വ്യത്യാസം ഉണ്ടാകും, ചിലപ്പോൾ ഷേപ്പ് ഒക്കെ ഒന്ന് വ്യത്യാസം ഉണ്ടാവും. പക്ഷെ അതാണ് ട്രേഡ് നെയിം വേറെ ആയിരിക്കും, കമ്പനി നെയിം വേറെ ആയിരിക്കും. അപ്പൊ അതോടൊപ്പം പേഷ്യൻസിന് കൺഫ്യൂഷൻ വരും. സോ നമ്മള് ഡോക്ടർ മെഡിസിൻ എഴുതുമ്പോൾ കൃത്യമായിട്ടുള്ള പേരുകൾ എഴുതാവുന്ന, ട്രേഡ് നെയിം എഴുതാതിരിക്കാം. Then next one, no clear advice about when, how long to take the medicine. ഇനി ചില സമയങ്ങളിൽ മെഡിസിൻ കൊടുക്കുമ്പോൾ അത് എപ്പോ കഴിക്കണം, ഏത് ടൈമിലാണ് കഴിക്കണം എന്നൊക്കെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു അഡ്വൈസ് കിട്ടില്ല. ഇപ്പൊ നമ്മൾ ചില ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ആണെങ്കിൽ അവർ കൃത്യമായിട്ട് നമുക്ക് മെഡിസിന്റെ കവറിൽ എഴുതിയിട്ടുണ്ടാകും ഇല്ലേ, 2-3 നേരം അല്ലെങ്കിൽ ആഹാരത്തിന് ശേഷം, ആഹാരത്തിന് മുൻപ് എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യും. പക്ഷെ ചില സമയങ്ങളിൽ ഇങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല, ചില സമയങ്ങളിൽ അത് മെൻഷൻ ചെയ്യില്ല. സോ മെൻഷൻ ചെയ്യാത്തപ്പോൾ നമുക്കും അതിനെക്കുറിച്ച് യാതൊരു പേഷ്യൻസിന് ഇത് എപ്പോ കഴിക്കണം എന്നുള്ളൊരു ഐഡിയ ഒന്നും ലഭിക്കില്ല. സോ അത് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുക, മെൻഷൻ ചെയ്യുക. അപ്പൊ അതൊരു പ്രോബ്ലം ആണ്. കാരണം നമുക്കറിയില്ല ഏത് ടൈമിലാണ് കഴിക്കേണ്ടത്. ചില മെഡിസിൻ നൈറ്റ് മാത്രം കഴിക്കാനായിട്ടായിരിക്കും, അല്ലെങ്കിൽ മോർണിംഗ് ഭക്ഷണത്തിന് മുൻപുള്ളതുണ്ടാവും, ഭക്ഷണത്തിന് ശേഷമുള്ളതുണ്ടാകും. സോ അത് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. Then sometimes wrong medicine are given by the pharmacist. ചില സമയങ്ങളിൽ ഫാർമസിസ്റ്റ് കൊടുക്കുന്ന മെഡിസിൻ റോങ് ആയിട്ടുള്ള മെഡിസിൻസ് കൊടുക്കാണ്. അത് അവർ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, എങ്കിലും ചില സമയത്ത് അങ്ങനെ സംഭവിക്കാം. മേ ബി അങ്ങനെ നിങ്ങൾക്ക് ചിലപ്പോൾ അനുഭവം ഉണ്ടായിട്ടുണ്ടാകും, ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും റോങ് ആയിട്ടുള്ള മെഡിസിൻ ലഭിച്ചതായിട്ട്. റോങ് ആയിട്ടുള്ള മെഡിസിൻ മാത്രമല്ല കേട്ടോ, ചിലപ്പോൾ ഡേറ്റ് കഴിഞ്ഞ മെഡിസിൻ ഒക്കെ ഉണ്ടാകാം. നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് തരുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക, ഹോസ്പിറ്റലാണ്, നമുക്കറിയില്ല മരുന്നിനെ കുറിച്ച് കാര്യങ്ങളൊന്നും. പക്ഷെ എന്താണ്, നമ്മളത് ചെക്ക് ചെയ്യണം. ഇനിയെങ്കിലും നിങ്ങളത് ചെക്ക് ചെയ്യണം. കാരണം നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ, നമ്മൾ ഹോസ്പിറ്റലായിട്ട് കൂടുതൽ അടുത്തിറങ്ങി പഠിക്കുകയാണ്. സോ നമ്മളുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഫാർമസിയോ അല്ലെങ്കിൽ മെഡിസിനെ കുറിച്ചോ വിവരങ്ങളൊന്നും വലിയ കാര്യമായിട്ടുള്ള ധാരണ ഒന്നും ഇല്ല. സോ അവർക്ക് ഇത് പഠിച്ചിട്ടുള്ള ആളുകളാണ് ഫാർമസിസ്റ്റ്. അവരൊരിക്കലും നമുക്ക് തെറ്റായിട്ടുള്ള രീതിയിൽ മെഡിസിൻ തരില്ലല്ലോ എന്നുള്ളതാണ് നമ്മളുടെ ഒരു ചിന്താഗതി ഇല്ലേ. പക്ഷെ അങ്ങനെയല്ല,
ആർക്ക് വേണമെങ്കിലും മനുഷ്യരല്ലേ, തെറ്റുകൾ പറ്റാം, മനഃപൂർവ്വമായിരിക്കില്ല എങ്കിലും. സോ ഇനിയെങ്കിലും നിങ്ങൾ ഹോസ്പിറ്റലിൽ നിന്നായിക്കൊള്ളട്ടെ, മെഡിക്കൽ ഷോപ്പിൽ നിന്നായിക്കൊള്ളട്ടെ, മെഡിസിൻ വാങ്ങിച്ച് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് കഴിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒന്ന് മെഡിസിന്റെ പേരൊക്കെ നോക്കാം, അതിന് ഡേറ്റ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. എന്നിട്ട് മാത്രം എന്ത് ചെയ്യാം, മെഡിസിൻ ഇപ്പൊ കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിലും നമ്മൾക്ക് കഴിക്കാനാണെങ്കിലും അതൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണം കഴിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ ഇത് തുടങ്ങി എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ, ശ്രദ്ധിക്കില്ലേ? നമ്മൾ പഠിക്കണല്ലേ, അപ്പൊ നമ്മൾ ഇങ്ങനെ ശ്രദ്ധിക്കണം. ഓക്കെ, നമ്മളുടെ കൺസെപ്റ്റ് എങ്ങനെയാണ്, നമ്മളുടെ ധാരണ അല്ലെ, അങ്ങനെയല്ലേ നമ്മൾ ചിന്തിച്ചിരിക്കുന്നത്. അവർക്ക് തെറ്റിപ്പോകാൻ ചാൻസ് ഇല്ലല്ലോ, പക്ഷെ തെറ്റാണ്, മനുഷ്യനാണ്, എപ്പോൾ വേണമെങ്കിലും തെറ്റുകൾ പറ്റിയേക്കാം. സോ എന്ത് ചെയ്യാ, മെഡിസിൻ ഒക്കെ കൊണ്ടുവരുമ്പോ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് നോക്കിയിട്ട് വേണം നമ്മൾ കഴിക്കാനായിട്ട്. ഡേറ്റ് നോക്കുക, എക്സ്പയറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടോ നോക്കുക, ദെൻ പേര് കൃത്യം അത് തന്നെയല്ലേ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. The last one, insufficient and uncleaned toilets. അല്ലെ, ബാത്റൂമിലെ ടോയ്ലറ്റ്സുകൾ ചിലപ്പോൾ ഇൻസഫിഷ്യന്റ് ആയിരിക്കും, ആവശ്യത്തിലധികം ടോയ്ലറ്റ്സുകൾ ഉണ്ടായിരിക്കില്ല. ഇനി ഉള്ള ടോയ്ലറ്റ്സ് ആണെങ്കിലോ ക്ലീൻലെസ് ആയിട്ടുള്ളത്, മീൻസ് ഒരു ഡൗട്ടി ആയിട്ടുള്ള ടോയ്ലറ്റ്സുകൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മളുടെ സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബ്ലംസിൽ പഠിക്കാനായിട്ടുള്ളത്. ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണോ? ക്ലിയർ ആണോ എല്ലാവർക്കും? എളുപ്പമാണ്, വലിയ ബുദ്ധിമുട്ടുള്ള പോയിന്റ്സുകളല്ല. ഒന്ന് വായിച്ചു നോക്കാം നമുക്ക്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും സ്പെസിഫിക് പ്രോബ്ലംസ് ഓരോ പോയിന്റ് മനസ്സിലാക്കി വായിക്കാം. ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് എല്ലാം ഇമ്പോർട്ടന്റ് തന്നെയാണ്. ചില ഏരിയകൾ ഞാൻ പറയാറുണ്ട് നിങ്ങളോട് അണ്ടർലൈൻ ചെയ്യാനായിട്ട്, അത് കുറച്ച് സ്ട്രെസ് ചെയ്ത് പഠിക്കുക. ദെൻ ബാക്കി നമ്മള് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാൻ ഞാൻ ഒരിക്കലും പറയാറില്ല, കാരണം മനസ്സിലാക്കി പഠിച്ചാലേ നിങ്ങളത് മൈൻഡിൽ ഇരിക്കുള്ളൂ. കാരണം നമ്മൾ ഇങ്ങനെ ഒരുപാട് ബൈ ഹാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു പോയിന്റ് വിട്ടാലും മൊത്തം പോകും. അപ്പൊ ആ സമയത്ത് മനസ്സിലാക്കി പഠിച്ചാലേ നമ്മളത് മനസ്സിലുണ്ടാകും. നിങ്ങൾക്ക് ക്ലാസ് കേൾക്കുന്ന അനുഭവം വെച്ചിട്ട് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, വായിച്ചോളൂ കേട്ടോ. ഒന്നാമത്തെ സ്പെസിഫിക് പ്രോബ്ലം എന്തായിരുന്നു? ഒന്നാമത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടറിന്റെ റൂമില് ഡോക്ടറിന്റെ ഒരു അസിസ്റ്റന്റ് നിൽക്കും. സോ നമ്മൾ പേഷ്യന്റിനെ ഡോക്ടർ നോക്കുമ്പോൾ പേഷ്യന്റിനോട് പറയുന്ന കാര്യങ്ങള് ഈ അസിസ്റ്റന്റ് എന്ത് ചെയ്യും, നോട്ട് ചെയ്ത് വെക്കും. സോ ഈ അസിസ്റ്റന്റ് ഹറിഡ്ലി ആയിട്ട് പെട്ടെന്ന് തിടുക്കത്തിൽ ഒരു ശ്രദ്ധയില്ലാതെ നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ദിസ് ക്രിയേറ്റ്സ് ഇൻഅപ്രോപ്രിയേറ്റ് ഡോക്യുമെന്റേഷൻ. എഴുതുന്ന ഒരു ഡോക്യുമെന്റേഷൻസിൽ തെറ്റുകൾ വരുത്താൻ ചാൻസ് ഉണ്ടെന്ന്. അപ്പോ അത് സാവകാശം എഴുതുക, ധൃതി കൂടാതെ എഴുതുക. ഓക്കെ, പോളിഫാർമസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പേഷ്യന്റിന് ഒന്നിലധികം ഒരുപാട് മെഡിസിൻസ് കൊടുക്കുന്നത്. ഒരുപാട് മെഡിസിൻ കൊടുക്കുമ്പോൾ രോഗത്തിൻ്റെതായിട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നത്, എങ്കിലും മാക്സിമം അത്യാവശ്യമുള്ള മെഡിസിൻസ് കൊടുക്കാണ്. കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് കുറെ മെഡിസിൻ ഒക്കെ ആവുമ്പോഴേ ഏതൊക്കെയാണ് എപ്പോഴൊക്കെയാണ് എന്നൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അത് പോളിഫാർമസി. ടെൻത്ത് പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം മെഡിസിൻസുകൾ, മരുന്നുകൾ ഒരു സെയിം കണ്ടന്റ് തന്നെയായിരിക്കും, പക്ഷെ പല കമ്പനികൾക്കും പല പേരുകളായിരിക്കും. സോ അങ്ങനെ ട്രേഡ് നെയിം എഴുതാൻ പാടില്ലാണ്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന പാരസെറ്റാമോൾ അല്ലെ, ഈ പാരസെറ്റാമോളിൽ തന്നെ പല പേരുകളുണ്ട്, ട്രേഡ് നെയിം ഉണ്ട്. പാൻഡോൾ എന്ന് പറയും, ഡൈമാഡോ എന്ന് പറയും, അങ്ങനെ പല പേരുകളുണ്ട്. സോ ഡോക്ടർ എഴുതുമ്പോൾ കൃത്യമായിട്ട് അത് പാരസെറ്റാമോൾ എന്ന് തന്നെ എഴുതി കൊടുക്കണം. ട്രേഡ് നെയിം എഴുതിയിട്ടുണ്ടെങ്കിൽ പേഷ്യൻസിന് അത് കൺഫ്യൂഷൻ വരും, അവർ കഴിക്കാനായിട്ട് അവർക്കൊരു പേടി ഉണ്ടാവും, അല്ല ഒരു കോൺഫിഡന്റ് ഉണ്ടാവില്ല. സോ കൃത്യമായിട്ടുള്ള പേര് എഴുതാണ്, അല്ലാതെ ട്രേഡ് നെയിം എഴുതാതിരിക്കാൻ ശ്രമിക്കുക. നാലാമത്തതാണ് നമ്മൾ പറഞ്ഞത്, ഒന്നുകൂടി പറയണോ, ഞാൻ റിപ്പീറ്റ് ചെയ്യണോ? ഒരു പ്രാവശ്യം ഞാൻ ടോട്ടൽ എല്ലാ പോയിന്റ്സും റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങളോട് ഞാൻ ചോദിച്ചത് അതാണ്, റിപ്പീറ്റ് ചെയ്യണോ? നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഞാൻ ചെയ്യണ്ടല്ലോ, ടൈം കളയണ്ടല്ലാതെ ഓർത്തിട്ടാണ്. അപ്പൊ നിങ്ങൾ ആരും പറഞ്ഞില്ല. ഓക്കെ, ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത് റിപ്പീറ്റ് ചെയ്യണോന്ന്. ശ്രദ്ധിക്കാം കേട്ടോ. ഫസ്റ്റത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞത് ഞാൻ വായിക്കണ്ടല്ലോ, ഞാനൊന്ന് പറഞ്ഞു തരാം. ആദ്യത്തെ സ്പെസിഫിക് പ്രോബ്ലത്തിൽ നമ്മൾ പറഞ്ഞത് ഡോക്ടറിന്റെ ഒപ്പം നിൽക്കുന്ന ഓക്സിലറി
ഹെൽപ്പായിട്ട് നിൽക്കുന്ന വ്യക്തി ഡോക്ടർ പറയുന്ന കാര്യങ്ങള് എഴുതിയെടുക്കുമ്പോൾ നമ്മള് ഡോക്യുമെന്റേഷൻ എഴുതുമ്പോൾ ഹറിലി ആയിട്ട് ചെയ്യുമ്പോൾ, അതായത് ധൃതിപ്പെട്ട് വേഗത്തിൽ ചെയ്യുമ്പോൾ അവിടെ മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇനി രണ്ടാമത്തെ പ്രോബ്ലം പറയുന്നത് ഈ ഓക്സിലറി നഴ്സ് പേഷ്യൻസിനോട് ചില നേരത്ത് മിസ്ബിഹേവ് ആയിട്ട് പെരുമാറുന്നത്. മൂന്നാമത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയായിട്ടുള്ള രീതിയിൽ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഇല്ലാതെ വരുന്നത്. അത് ഡോക്ടർ വരുന്നതിന് മുൻപ് ഡോക്ടറിന്റെ റൂമിന്റെ ഫ്രണ്ടിൽ ഒരു നീണ്ട ക്യൂ തന്നെ സൃഷ്ടിക്കുന്നു. അതായത് ആളുകൾ ഇടയ്ക്കിട്ട് കയറാനും മറ്റൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ നാലാമത്തെ പ്രോബ്ലം ആണ് ഇന്ററപ്ഷൻ കൺസൾട്ടേഷൻ ഇൻവെസ്റ്റിഗേഷൻ. അതായത് നമ്മൾ ഡോക്ടറെ കാണുന്നതിലോ അല്ലെങ്കിൽ ഇതുപോലെ ടെസ്റ്റുകളൊക്കെ നടത്തുമ്പോൾ വരുന്ന തടസ്സങ്ങൾ. ഇപ്പൊ ഞാൻ പറഞ്ഞു ടെസ്റ്റ് ചെയ്യാൻ പോയി, അപ്പൊ ചിലപ്പോൾ അവിടുത്തെ എക്യുപ്മെന്റ് വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. ഡോക്ടറെ കാണാനായിട്ട് നമ്മൾ കൺസൾട്ടേഷൻ ഇരിക്കുമ്പോൾ നമ്മളുടെ നമ്പർ എത്താറാകുമ്പോഴേക്കും ചിലപ്പോൾ എന്ത് പറ്റും, ഡോക്ടർ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു സർജറി കേസിന് പെട്ടെന്ന് ഓപ്പറേഷൻ തിയേറ്ററിലോട്ടൊക്കെ പോവേണ്ട വരിക. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ, തടസ്സങ്ങൾ. ദെൻ ലാക്ക് ഓഫ് പ്രൈവസി, പേഷ്യന്റിന് ഒരു പ്രൈവസി ഇല്ലാതെ വരുന്ന സിറ്റുവേഷൻസുകൾ. ക്യൂസ് ആർ നോട്ട് പ്രോപ്പർലി മെയിൻറ്റൈൻഡ്, ക്യൂ ഒന്നും ശരിയായിട്ടുള്ള രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാതെ ആളുകളുടെ ഇഷ്ടത്തിന് കയറിപ്പോകുന്നത്. ദെൻ പ്രിസ്ക്രൈബ്ഡ് പോളി ഫാർമസി, എവിടെയോ വിട്ടുപോയിട്ടുണ്ടല്ലേ. ഓക്കെ, ലാക്ക് ഓഫ് പ്രൈവസി കഴിഞ്ഞിട്ട് ഇല്ലെജിബിൾ ഹാൻഡ് റൈറ്റിംഗ്, ഡോക്ടേഴ്സിന്റെ ശരിയായിട്ടുള്ള വായിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഹാൻഡ് റൈറ്റിംഗ്. ദെൻ പോളി ഫാർമസി, ഒന്നിലധികം മെഡിസിൻസുകൾ കൊടുക്കുന്നത്. ക്യൂസ് ആർ നോട്ട് പ്രോപ്പർലി, ക്യൂസ് പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാത്തത്. ദെൻ പ്രിസ്ക്രൈബ്ഡ് മെഡിസിൻ ആർ നോട്ട് ഓൾവേസ് അവൈലബിൾ ഫാർമസി, ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻസ് ഫാർമസിയിൽ ലഭിക്കാതെ വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, പുറത്ത് പോയിട്ട് വാങ്ങിക്കേണ്ടതായിട്ട് വരും. ദെൻ യൂസ് ഓഫ് ട്രേഡ് നെയിം മെഡിസിൻ ബൈ ഡോക്ടേഴ്സ്, ഡോക്ടേഴ്സ് ട്രേഡ് നെയിം എഴുതുന്നത് പേഷ്യൻസിന് കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പൊ യഥാർത്ഥ പേര് ഇപ്പൊ പാരസിറ്റാമോളിന് ആണെങ്കിൽ പാരസിറ്റാമോളിന് തന്നെ എഴുതുക, അല്ലാതെ അതിന്റെ ട്രേഡ് നെയിം എഴുതി കൊടുക്കാൻ പാടില്ല. സോ അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കും. ഇനി നോ ക്ലിയർ അഡ്വൈസ് അബൌട്ട് വെൻ ഹൗ ലോങ് ടു ടേക്ക് ദ മെഡിസിൻ, മെഡിസിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു അഡ്വൈസ് കൊടുക്കാതിരിക്കുക. അതായത് എപ്പോ കഴിക്കണം, ആഹാരത്തിന് മുന്നാണോ ശേഷമാണോ, അല്ലെങ്കിൽ 3 നേരമാണോ, ഒരെണ്ണം വെച്ചിട്ടാണോ, എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു അഡ്വൈസ് കൊടുക്കണം. സംടൈംസ് റോങ് മെഡിസിൻ ആർ ഗിവൺ ബൈ ദ ഫാർമസിസ്റ്റ്, ഫാർമസിസ്റ്റ് തെറ്റായിട്ടുള്ള മെഡിസിനോ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള മെഡിസിനോ കൊടുക്കുന്നത്. Then insufficient uncleaned toilets, ടോയ്ലറ്റ്സിന്റെ എണ്ണത്തിലുള്ള കുറവ്. ദെൻ ഉള്ള ടോയ്ലറ്റ്സ് ആണെങ്കിലോ ഡേർട്ടി ആയിട്ടുള്ള ടോയ്ലറ്റ്സുകൾ. ക്ലിയർ ആയോ ഡൗട്ട് ഉള്ളവർക്ക്? ഓക്കെ ആണോ എല്ലാ പോയിന്റ്സും? ഇനി ഒന്ന് വായിച്ചു നോക്കിയേ പോയിന്റ്സുകള്, സ്പെസിഫിക് പ്രോബ്ലംസ് വായിക്കാം കേട്ടോ. മനസ്സിലാക്കി വായിക്കണം. വായിക്കുമ്പോ തന്നെ ഇപ്പൊ നിങ്ങൾ ഒരു 50% പഠിച്ചും കൂടി എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. നെക്സ്റ്റ് നോക്കാം. നമ്മൾ OPD വരുന്ന പ്രോബ്ലംസ് ആണ് പഠിച്ചത്. ജനറൽ ആയിട്ടുള്ള പ്രോബ്ലംസും സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബ്ലംസും. ഇനി നമ്മൾ ഇത്തരത്തിലുള്ള പ്രോബ്ലംസിന് നമ്മൾ അവോയ്ഡ് ചെയ്യണം, അല്ലെങ്കിൽ സോൾവ് ചെയ്യണം അല്ലെ. ഈ പ്രശ്നങ്ങള് അങ്ങനെ തന്നെ നിന്നാല് ശരിയാവില്ല. നമ്മളപ്പോ അതിനൊരു സൊല്യൂഷൻ കാണണം. നമ്മൾ ഇനി നോക്കുന്നത് മെത്തേഡ്സ് ടു സോൾവ്. ഈ ജനറൽ ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനായിട്ടുള്ള മെത്തേഡ്സ്, എന്തെല്ലാം മാർഗങ്ങളാണ് നമുക്ക് പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. നോക്കാം. മെത്തേഡ്സ് ടു സോൾവ്.
ആഡിക്വേറ്റ് ഡയറക്ഷണൽ സൈൻ അല്ലെ, ഹോസ്പിറ്റലില് ആവശ്യമായിട്ടുള്ള ഡയറക്ഷണൽ സൈൻ ബോർഡുകൾ സ്ഥാപിക്കുക. എന്ത് ഡയറക്ഷണൽ സൈൻ എന്ന് പറയുന്നത്? ഏതൊക്കെയാണ്? നമ്മൾ ഹോസ്പിറ്റലിനുള്ളിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ നമ്മൾ കാണുന്ന ഡയറക്ഷണൽ സൈൻസുകൾ ഏതൊക്കെയാണ്? പെട്ടെന്ന് കമന്റ് ചെയ്തേ. ഹോസ്പിറ്റലിൽ നിങ്ങൾ കയറി ചെല്ലുമ്പോൾ കാണുന്ന ഡയറക്ഷണൽ സൈനുകൾ ഏതൊക്കെയാണ്? അതായത് സൈൻ ബോർഡുകൾ പോലെ കാണില്ലേ? ഏതൊക്കെയാണ്? ഡോക്ടേഴ്സിന്റെ പേരുകൾ കൊടുത്തിട്ടുണ്ടാവും. റിസപ്ഷൻ, ഫാർമസി, ഓരോ ഡിപ്പാർട്ട്മെന്റുകള്, എൻക്വയറി, കാഷ്വാലിറ്റി അല്ലെ, അതുപോലെ റിസപ്ഷൻ, സ്കാനിങ്, എക്സ്റേ, ലബോറട്ടറി അല്ലെ, CG, അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളെയും ഡയറക്ഷണൽ. അതാവുമ്പോൾ നമുക്ക് മറ്റുള്ളവരോട് ചോദിക്കേണ്ട, കൃത്യമായിട്ട് നമുക്ക് അത് ഒരു ഡയറക്ഷണൽ സൈൻ ഉണ്ടെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണോ പോകേണ്ടത് അവിടേക്ക് നമുക്ക് കൃത്യമായിട്ട് എത്തിച്ചേരാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് പറയുന്നത് computerized registration and electronic record keeping for quick retrieval. കമ്പ്യൂട്ടറൈസ്ഡ് രജിസ്ട്രേഷൻ ആക്കാന്ന്. ഇപ്പോ മിക്ക ഹോസ്പിറ്റലുകളിലും കമ്പ്യൂട്ടറൈസ്ഡ് ആണോ? നമ്മളുടെ ചുറ്റുപാടുള്ള മിക്ക ഹോസ്പിറ്റലുകളിലും ആ ഒരു ഫയലിംഗ് സിസ്റ്റം ഒക്കെ മാറി കമ്പ്യൂട്ടറൈസ്ഡിലോട്ട് ആക്കിയിട്ടുണ്ട്, ഇലക്ട്രോണിക് റെക്കോർഡ് ആക്കിയിട്ടുണ്ട് അല്ലെ. പേഷ്യൻസിന്റെ റെക്കോർഡുകൾ ഇലക്ട്രോണിക് ആക്കി. സോ എന്തിനു വേണ്ടി? ക്വിക്ക് റിട്രൈവൽ, നമുക്ക് പെട്ടെന്ന് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെ. മറ്റേ ഫയലാണെങ്കിൽ നമ്മൾ ഫയൽ തപ്പി അന്വേഷിച്ച് നടക്കണം. പക്ഷേ കമ്പ്യൂട്ടർ റെക്കോർഡ് ആകുമ്പോൾ നമുക്ക് ആ ഡേറ്റ് അനുസരിച്ചിട്ട് വിവരങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാനായിട്ട് ഹെൽപ്ഫുൾ ആണ്. മൾട്ടിപ്പിൾ ആൻഡ് മൾട്ടി പർപ്പസ് ഫീൽഡ് സോൺ. ഒരുപാട് ഒറ്റ ഫീൽഡ് സോൺ അല്ലാതെ ഓരോ സെക്ഷനിലും ഫീൽഡ് സോണുകൾ വെക്കുകയാണ് അല്ലെ. ഇപ്പൊ നമ്മള് ഓരോ ഹോസ്പിറ്റലിൽ മാത്രമല്ല, നിങ്ങൾ ടെക്സ്റ്റൈൽ ഷോപ്പിലൊക്കെ പോകുമ്പോൾ മനസ്സിലായിട്ടുണ്ടാകും അല്ലെ. ടെക്സ്റ്റൈൽ ഷോപ്പിലൊക്കെ പോകുമ്പോൾ നമ്മൾ കാണാറില്ലേ, ഓരോ ഫ്ലോറിൽ ചിലപ്പോൾ ഓരോ ഫീൽഡ് സോൺ ഉണ്ടാവും അല്ലെ. അതുപോലെ ഹോസ്പിറ്റലിലും ഓരോ സെക്ഷനിലും ഫീ കളക്ഷൻ സോൺ സെപ്പറേറ്റ് ചെയ്യാന്ന്. ലബോറട്ടറിയിലാണെങ്കിൽ ലബോറട്ടറിയിൽ ഒരു ഫീ കളക്ഷൻ വെക്കുക. അതുപോലെ തന്നെ എന്താണ്, ഫാർമസിയിലാണെങ്കിൽ ഫാർമസിയിൽ ഒരു ഫീ കളക്ഷൻ സോൺ. അപ്പൊ തിരക്ക് ഒഴിവാക്കാം അല്ലെ. കാരണം എല്ലാത്തിനും കൂടി ഒറ്റ ഫീ കളക്ഷൻ ആണെങ്കിലും അവിടെ ഭയങ്കരമായിട്ട് തിരക്ക് കൂടും അല്ലെ. പേഷ്യൻസിന്റെ ആളുകളുടെ എണ്ണം കൂടാൻ ചാൻസ് ഉണ്ട്. ഓരോ സെക്ഷനിൽ ഇരിക്കുമ്പോൾ അതാത് സെക്ഷനിൽ അവർ ഫീ പേയ്മെന്റ് ചെയ്യുമ്പോൾ അത്ര തിരക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് പരമാവധി ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്തത് നോക്കാം. adequate number of doctors as per patient volume. ഒരു ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന്റെ വോളിയത്തിന്, അതായത് എണ്ണത്തിനനുസരിച്ചിട്ടുള്ള ഡോക്ടേഴ്സിന് വെക്കാകും അല്ലെ. ഇപ്പൊ ചില ഹോസ്പിറ്റലുകളിൽ ഒരു ഡോക്ടർ ഉണ്ടാകും, കുറേ പേഷ്യൻസുകൾ ഉണ്ടാവും. അപ്പൊ ഈ വരുന്ന എല്ലാ പേഷ്യൻസും കൂടി എന്താണ്, ഈ ഒരു ഡോക്ടറെ കാണാനായിട്ട് നിൽക്കുന്നത്. സോ പേഷ്യൻസിന്റെ എണ്ണത്തിന് ഒരു പേഷ്യന്റിന് ഒരു ഡോക്ടർ അങ്ങനെയല്ല കേട്ടോ. ഏകദേശം എത്രത്തോളം പേഷ്യൻസ് വരും അതിന്റെ ഒരു റേറ്റ് അനുസരിച്ചുകൊണ്ട് 2 or 3 ഡോക്ടേഴ്സ് നിയമിക്കുക. ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം കൊണ്ടുവരിക. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ വരെ ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം ആക്കിയിട്ടുണ്ട്. ഇനി ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ് അറിയാത്തവരാരെങ്കിലും ഉണ്ടോ? അതായത് ഡോക്ടറിന്റെ റൂമിന്റെ ഫ്രണ്ടിൽ ഒരു ഡിസ്പ്ലേ തെളിയും അല്ലെ. അപ്പൊ അതിനകത്ത് നമ്പർ, എനിക്ക് തോന്നുന്നു മേ ബി വിളിച്ച് നമ്പർ പറയുകയും ചെയ്യും തോന്നുന്നു അല്ലെ. അപ്പൊ അതിനനുസരിച്ച് നമ്മള് ആ നമ്പർ OP ഷീറ്റിൽ എഴുതിയിരിക്കുന്നത് സ്ക്രീനിൽ ഇങ്ങനെ കാണും, പിന്നെ അത് പറയുകയും ചെയ്യും. സ്ക്രീനിൽ കാണുമ്പോൾ ആ ടോക്കൺ നമ്പർ താറ്റി ആ സ്ക്രീനിൽ കാണുന്നതനുസരിച്ചിട്ട് അതാത് നമ്പേഴ്സ് പേഷ്യൻസ് ഡോക്ടറെ കാണും. മൾട്ടിപ്പിൾ ബ്ലഡ് കളക്ഷൻ ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റി, സ്റ്റാഫിംഗ് ദം ബേസ്ഡ് ഓൺ നീഡ്സ്. അതുപോലെ തന്നെ ഇപ്പൊ ബ്ലഡ് കളക്ഷനും മറ്റും ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളൊക്കെ ചെയ്യാനായിട്ടുള്ള മൾട്ടിപ്പിൾ കളക്ഷൻ സോണുകൾ വെക്കാണ്. ഒരു സെക്ഷൻ മാത്രമല്ല, ഒരു 2-3 സെക്ഷൻ ആയിട്ട് വെക്കാം. ദെൻ സ്റ്റാഫിംഗ് ദം ബേസ്ഡ് ഓൺ നീഡ്സ്, അവിടേക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റാഫുകളെയും നിയമിക്കുക. adequate seating capacity, entertainment with TV, magazine or health education measures through leaflets, poster, magazines. അതുപോലെ ഹോസ്പിറ്റലുകളിൽ വരുന്ന പേഷ്യൻസിന് ഇരിക്കാനായിട്ടുള്ള ചെയർസ്, സീറ്റിംഗ് കപ്പാസിറ്റി ആവശ്യത്തിന് വേണം. അതുപോലെ എന്റർടൈൻമെന്റിന് വേണ്ടി TV, അതുപോലെ തന്നെ എന്താണ് മാഗസിൻസുകൾ അല്ലെ, വായിക്കാനായിട്ട് നമ്മൾ TV മാഗസിൻസുകൾ വെക്കും. ഓർ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ലീഫ്ലെറ്റ് വെച്ചാൽ ഇതുപോലെ ലഘുരേഖകൾ, ആരോഗ്യം, അങ്ങനത്തെ കുറച്ച് ചെറിയ ഹെൽത്തിന് പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് ലഘുലേഖകൾ, അങ്ങനെയുള്ള ബുക്സുകൾ വെക്കുക. അതുപോലെ പോസ്റ്റർ, മാഗസിൻസുകൾ. ഡോക്ടറിന്റെ റൂമിലൊക്കെ നമ്മൾ കയറുമ്പോൾ പോസ്റ്റർ ഒക്കെ ഉണ്ടാവും. ഡോക്ടറിന്റെ റൂമിന് പുറത്തായിട്ട് പോസ്റ്ററുകൾ ഉണ്ടാകും. കൂടുതലും ഇതുപോലെ ഇപ്പോ ഓരോ ഡിപ്പാർട്ട്മെന്റിന് കേന്ദ്രീകരിച്ചിട്ടുള്ള പോസ്റ്ററുകളായിരിക്കും. ഇപ്പോ പീഡിയാട്രിക് റൂമിലാണെങ്കിൽ കുട്ടികളെ സംബന്ധിച്ചിട്ടുള്ള, കുട്ടികൾക്ക് വരുന്ന അസുഖങ്ങളെ കുറിച്ചിട്ടുള്ളതൊക്കെ ആയിരിക്കും. അതുപോലെ തന്നെ ഡയബറ്റിക്കിന്റെ ആണെങ്കിൽ ഡയബറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ളത്,
ഗൈനക് ആണെങ്കിൽ ഗൈനക് കുഞ്ഞുങ്ങളുടെയും അതുപോലെ ഫീഡിങ്ങിന്റെയും അങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റേഴ്സും എങ്ങനെയാണ് ഫുഡ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഫുഡ് അങ്ങനെയുള്ള ന്യൂട്രീഷൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പോസ്റ്ററുകളും അതുപോലെ മാഗസിൻസുകളൊക്കെ ഉണ്ടാകും. സ്ക്രീനിങ് ഓഫ് OP ബൈ ജൂനിയർ ഡോക്ടേഴ്സ്, അതുപോലെ തന്നെ ജൂനിയർ ഡോക്ടേഴ്സിന് നമ്മൾ പേഷ്യന്റിനെ നോക്കാൻ വേണ്ടിയിട്ട് സ്ക്രീനിങ്ങിന് വെക്കുകയാണ്. അതായത് ഇപ്പൊ ഡോക്ടേഴ്സ് കുറവാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ജൂനിയർ ഡോക്ടറെ വെക്കാണ്. Queuing theory is a scientific and a mathematical way of solving problem of overcrowding. Underline ചെയ്യാട്ടോ അത് queuing theory എന്നുള്ളത്. Queuing theory അതായത് ക്യൂ എന്നുള്ള ഒരു queuing theory ക്യൂ സിസ്റ്റം കൊണ്ടുവരാന്ന് എന്തിനു വേണ്ടിയിട്ടാണ്? ഇതൊരു മാത്തമാറ്റിക്കൽ വേ ഓഫ് സോൾവിംഗ് പ്രോബ്ലം ഓഫ് ഓവർക്രൗഡിങ്. അതായത് ആളുകളുടെ ഈ ഒരു കുഞ്ഞു കൊടുക്കുക ഒരു തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ queuing theory കൊണ്ടുവരാം. Queuing theory എന്ന് വെച്ചാൽ ക്യൂ പാലിക്കുക, ക്യൂ മെയിൻ്റെനൻസ് സിസ്റ്റം കൊണ്ടുവരിക. Avoid queue jumping, the act of going ahead of the other people waiting in a line, something instead of waiting one's turn. അതായത് ക്യൂവിൽ നിൽക്കുമ്പോൾ ക്യൂ ചാടുന്നത് ഒഴിവാക്കാൻ. ഈ നമ്മൾ ക്യൂ നിൽക്കുമ്പോൾ ചില ആളുകൾ വന്നിട്ട് നമ്മൾ രണ്ടുപേരുടെ നമുക്ക് മുൻപിക്കാറും നൈസായിട്ട് നമ്മൾ ഇടക്കിട്ട് കയറാന്നൊക്കെ പറയും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പരിപാടി എന്ത് ചെയ്യാം? ഒഴിവാക്കാൻ. ക്യൂവിൽ നിന്നാൽ കറക്റ്റ് ക്യൂവിൽ നിന്ന് നമ്മളുടെ ടൈം ആകുമ്പോൾ നമ്മൾ കയറാം. മറിച്ച് എന്ത് ചെയ്യാൻ പാടില്ല? ക്യൂ ജമ്പിങ് ഒഴിവാക്കാന്ന്. നിങ്ങൾ ആരെങ്കിലും ക്യൂ ജമ്പ് ചെയ്യാറുണ്ടോ? അത് ചെയ്യാറില്ല. ചെയ്യാറുണ്ടായിരിക്കില്ല ക്യൂ ജമ്പിങ്? ചെയ്യാറില്ലല്ലോ. ചോദിച്ചിട്ട് റെസ്പോൺസ് ഒന്നും ഇല്ലല്ലോ. ഇല്ല. ഓക്കെ, ഇനി ചെയ്യാൻ പാടില്ല കേട്ടോ. ക്യൂ ജമ്പിങ് ഒന്നും പാടില്ല എന്നാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ദെൻ മെയിൻറ്റെയിൻ പങ്ക്ച്വാലിറ്റി, കൃത്യനിഷ്ഠത പാലിക്കാന്ന്. അത് ഡോക്ടേഴ്സ് ആയാലും നേഴ്സ് ആയാലും പേഷ്യന്റ് ആയാലും എന്ത് ചെയ്യുക? പങ്ക്ച്വാലിറ്റി പാലിക്കുക. റിഡ്രസൽ ഓഫ് ഗ്രീവൻസ്, എന്താ റിഡ്രസൽ ഓഫ് പരാതികൾ ഉണ്ടെങ്കിൽ അതിനെ പരിഹരിക്കുക. ഇപ്പൊ പേഷ്യൻസിന്റെ ഭാഗത്ത് പരാതികളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ പരിഹരിക്കുക. പ്രോപ്പർ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം, കൃത്യമായിട്ടുള്ള ഒരു അപ്പോയിന്റ്മെന്റ് സിസ്റ്റം കൊണ്ടുവരിക. ഇപ്പോ അപ്പോയിന്റ്മെന്റിൽ നമ്മൾ പറഞ്ഞു നേരിട്ട് വന്ന് ചെയ്തെടുക്കുന്നവരുണ്ടാകും, അല്ലെങ്കിൽ ഓൾറെഡി നേരത്തെ ബുക്ക് ചെയ്യുന്നവരുണ്ടാകും. അപ്പൊ അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രോപ്പർ ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ് സിസ്റ്റം കൊണ്ടുവരിക. ഇത്രയുമാണ് നമ്മളുടെ ഈ പ്രശ്നങ്ങളെ OPD-യിൽ വരുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാനായിട്ടുള്ള സോൾവ് ചെയ്യാനായിട്ടുള്ള മാർഗങ്ങൾ എന്ന് പറയുന്നത്. റിപ്പീറ്റ് ചെയ്യണോ? ക്ലിയർ ആണോ? മാർഗങ്ങൾ വലിയ കുഴപ്പമില്ലല്ലോ. മനസ്സിലായി എല്ലാവർക്കും മെത്തേഡ്സ് ടു സോൾവ് എന്തൊക്കെയാണെന്ന്? റെസ്പോൺസ് ഒന്നും ഇല്ലല്ലോ. എന്ത് പറ്റി? ഉറക്കമാണോ? ലാസ്റ്റ് ക്ലാസ് ആയതുകൊണ്ടാണോ? അത്യാവശ്യം ഉറക്കം വരുന്ന ടൈമൊക്കെയാണ്. ഉറക്കം ബോറടിക്കുന്നുണ്ടോ? ബോറൊന്നും ഇല്ലാത്തൊരു പോർഷൻ ആണല്ലോ. ബോറിംഗ് ഉണ്ടോ? ഇല്ല. റെസ്പോൺസ് ചെയ്യാം കേട്ടോ. കാരണം നമ്മളൊരു എന്താ പറയാ, നിങ്ങൾ എന്നെ കാണുന്നുണ്ട്, പക്ഷെ നിങ്ങൾ അവിടെ ചിലപ്പോൾ പല ആളുകളും ഉറങ്ങണിയിരിക്കും, കിടന്ന ക്ലാസ് കാണുന്നവരുണ്ടാകാം അല്ലെ, പല സിറ്റുവേഷനിൽ ഇരിക്കുന്നവരായിരിക്കാം. സോ നിങ്ങളുടെ ഒരു റെസ്പോൺസ് ഉണ്ടെങ്കിൽ നമുക്ക് കൂടി ക്ലാസ്സിനൊരു എന്താ പറയാ അല്ലെ, ക്ലാസ്സിൽ നമുക്കൊരു എന്താ പറയാ ഒരു എനർജി വേണ്ടേ? അപ്പൊ നിങ്ങളും കൂടി റെസ്പോൺസ് ചെയ്യാം. ഞാൻ അതുകൊണ്ടാണ് ഇടക്കിടക്ക് നിങ്ങൾക്ക് ക്ലിയർ ആണോ ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പൊ അതിന് നിങ്ങളും ഒരു റെസ്പോൺസ് ചെയ്യാം കേട്ടോ. ഒരു പ്രാവശ്യം കൂടെ ഞാൻ വായിക്കാം, ശ്രദ്ധിക്കാം. അപ്പോ നമ്മള് പ്രശ്നങ്ങൾ പഠിച്ചു. ഇനി ആ പ്രശ്നങ്ങളെ നമുക്ക് സോൾവ് ചെയ്യാനായിട്ടുള്ള മെത്തേഡ്സ് ആണ് നമ്മൾ നോക്കുന്നത്. അതിൽ ആദ്യം പറയുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആഡക്വേറ്റ് ഡയറക്ഷണൽ സൈൻസ്, കൃത്യമായിട്ടുള്ള ഡയറക്ഷണൽ സൈൻ ബോർഡുകൾ സ്ഥാപിക്കുക. ഇതുപോലെ ഡോക്ടേഴ്സിന്റെ പേര്, കാഷ്വാലിറ്റി, ഫാർമസി, അങ്ങനെയുള്ള ഡയറക്ഷണൽ സൈൻ. Then computerized registrations and electronic record keeping for quick retrieval. കമ്പ്യൂട്ടറൈസേഷൻ ആയിട്ടുള്ള രജിസ്ട്രേഷൻസ് കൊണ്ടുവരിക. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇതിന് എളുപ്പത്തിൽ റിട്രൈവൽ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നു. Then multiple and multi-purpose fee collection zone, ഒന്നിലധികം ഫീ കളക്ഷൻ സോൺ സ്ഥാപിക്കുക. Adequate number of doctors as per patient volume, പേഷ്യൻസിന്റെ എണ്ണത്തിനനുസരിച്ചിട്ട് ഡോക്ടേഴ്സിന്റെ നമ്പേഴ്സും കൂട്ടുക. Then total display system കൊണ്ടുവരിക. മൾട്ടിപ്പിൾ ബ്ലഡ് കളക്ഷനും അതുപോലെ ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റികളും കൊണ്ടുവരിക. ആവശ്യത്തിനുള്ള സ്റ്റാഫുകളെ നിയമിക്കുക. അഡക്വേറ്റ്, ആവശ്യമായിട്ടുള്ള സീറ്റിംഗ് കപ്പാസിറ്റി വേണം. എന്റർടൈൻമെന്റിന് വേണ്ടി TV, മാഗസിൻ, പോസ്റ്ററുകൾ സ്ഥാപിക്കുക. ജൂനിയർ ഡോക്ടേഴ്സിനെ കൂടി OP-യിൽ നിശ്ചയിക്കുക. സീനിയേഴ്സ് മാത്രമല്ല ജൂനിയർ ഡോക്ടർമാരെ കൂടി നിയമിക്കുക. Queuing theory is scientific and mathematical way of solving problem overcrowding. ജനങ്ങളുടെ തിങ്ങി തിരക്ക് കൂടുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ക്യൂവിംഗ് സിസ്റ്റം കൊണ്ടുവരിക.
Then avoid queue jumping. Queuing നിൽക്കുന്നത് ചാടുന്നത് ഒഴിവാക്കുക. Maintain punctuality. Nurse, doctors, patients എല്ലാവരും എന്ത് ചെയ്യാം? കൃത്യനിഷ്ഠത പാലിക്കുക. Redressal of grievance. പരാതികൾ പരിഹരിക്കുക. അതായത് ഇപ്പൊ പേഷ്യൻസിനെ ഒത്തിരി പരാതികളൊക്കെ ഉണ്ടെങ്കിൽ കംപ്ലൈന്റ് ബോക്സും സജഷൻ ബോക്സ് ഒക്കെ ഉണ്ടാകും ഹോസ്പിറ്റലില്. സോ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പേഷ്യൻസിന്റെ പരാതികളൊക്കെ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാം? പരിഹരിക്കുക. പ്രോപ്പർ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം. കൃത്യമായിട്ടുള്ള ഒരു അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഹോസ്പിറ്റലിൽ കൊണ്ടുവരിക. ഇത്രയൊക്കെയാണ് സോൾവ് ചെയ്യാനായിട്ടുള്ള മെത്തേഡ്സുകൾ. ഓക്കെ ആണോ? ക്ലിയർ ആയോ ഡൗട്ട് ഉള്ളവർക്ക്? Then വായിച്ചു നോക്കാം methods to solve. ഓപ്ഷൻസ് ഉണ്ടാവും. എക്സാമ്പിൾ നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടല്ലോ, ഒബ്ജക്റ്റീവ് ടൈപ്പ് അല്ലേ, അപ്പൊ അതുകൊണ്ട് പേടിക്കണ്ട. നമ്മൾ അത്യാവശ്യം വായിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ മാർക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. മോക്ക് ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്നില്ല എല്ലാവരും. അപ്പൊ മോക്ക് ടെസ്റ്റ് ഒക്കെ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. അപ്പൊ തന്നെ നമ്മൾ പകുതി ഭാഗം പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, വേറെ പുറത്തുനിന്ന് എക്സ്ട്രാ ക്വസ്റ്റ്യൻ ഒന്നും വരില്ല. നിങ്ങളുടെ ടെക്സ്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എക്സാമിന് ചോദിക്കൂ. അപ്പൊ ടെക്സ്റ്റ് നല്ല രീതിയിൽ പഠിച്ച് ക്ലാസ് ഒക്കെ നന്നായിട്ടൊക്കെ കേട്ട് ഒരു ഓർമ്മയൊക്കെ വെച്ചിട്ട് എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യാം കേട്ടോ. ടെൻഷനൊന്നും ആവണ്ട. എക്സാം ഒക്കെ നല്ല ഈസി ആയിരിക്കും, ബുദ്ധിമുട്ടൊന്നുമില്ല. പഠിക്കണം. നമ്മൾ എഫേർട്ട് എടുക്കുന്ന ഭാഗത്ത് നമ്മുടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യാം. ഓൺലൈൻ തന്നെയാണ്. ഇതൊക്കെ നമ്മൾ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇൻട്രൊഡക്ഷൻ ക്ലാസ് കംപ്ലീറ്റ് കണ്ടോ എല്ലാവരും? എക്സാം മൊഡ്യൂൾ വൈസ് തന്നെയാണ് കേട്ടോ. ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞിട്ടുണ്ട്. ദെൻ ക്ലാസ് എടുക്കുന്ന എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. എക്സാമിന് ടൈം ഉണ്ടല്ലോ, വെയിറ്റ് ചെയ്യൂ. നിങ്ങൾ പഠിക്കുക ആദ്യം തന്നെ കേട്ടോ. ഓരോ ദിവസവും മാക്സിമം നിങ്ങൾ അതാത് ക്ലാസ്സുകൾ അന്നത്തെ ദിവസം തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കാം. അപ്പൊ നമുക്ക് ഒരുപാട് റിവിഷന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ തന്നെ ഓരോ ദിവസം എടുക്കുന്ന ചാപ്റ്റേഴ്സുകൾ പഠിച്ചു പോയാൽ അത്രയും എളുപ്പമായിട്ട് മാറും. ഓരോ ടീച്ചേഴ്സ് ഓരോ ചാപ്റ്റർ എടുക്കുന്നുണ്ടല്ലോ, അപ്പൊ അതനുസരിച്ചിട്ട് നിങ്ങൾ പഠിച്ചു പോകാം. ദെൻ അത്യാവശ്യം എനിക്ക് തോന്നുന്നു കുറെയൊക്കെ നിങ്ങൾക്ക് ക്ലാസ് കേട്ടാൽ ഇത് വെച്ചിട്ട് എഴുതാൻ അറ്റൻഡ് ചെയ്യാനൊക്കെ പറ്റും. ക്ലാസ്സുകളൊക്കെ മിസ്സായിട്ടുണ്ടെങ്കിലൊക്കെ നിങ്ങൾ അത് റെക്കോർഡ് ക്ലാസ്സുകളൊക്കെ കാണാം കേട്ടോ. ഓക്കെ, അപ്പൊ മെത്തേഡ്സ് ടു പ്രോബ്ലംസ് നോക്കി, മെത്തേഡ്സ് ടു സോൾവ് ആണ് നോക്കിയത്. നെക്സ്റ്റ് വൺ നോക്കാം. ക്ലിനിക്കൽ റെക്കോർഡ്സ് കെപ്റ്റ് ഇൻ ആൻ OPD. OPD-യിൽ നമ്മൾ സൂക്ഷിക്കുന്ന ക്ലിനിക്കൽ റെക്കോർഡുകൾ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ആ പേരുകൾ മാത്രം അതുപോലെ തന്നെ ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. അതിന്റെ എന്താണെന്നോ അതിന്റെ ഡീറ്റെയിൽ ഒന്നും ഇല്ല. ഏതൊക്കെ റെക്കോർഡുകളാണ് നമ്മൾ OPD-യിൽ സൂക്ഷിക്കുന്നത്? OPD registration form, admission form, medication record, treatment record, investigation record, consent forms. ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോളൂ. എക്സാമിന് ചിലപ്പോൾ ചോദിക്കാം ഏതൊക്കെ റെക്കോർഡുകളാണ് OPD-യിൽ നമ്മൾ സൂക്ഷിക്കുന്നത്. ഓക്കെ, പേരുകൾ മാത്രം അതുപോലെ തന്നെ ഒന്ന് പഠിച്ചു വെക്കാം. OPD-യിലെ രജിസ്ട്രേഷൻ ഫോം, ദെൻ അഡ്മിഷൻ ഫോം, മെഡിക്കേഷൻ മെഡിസിൻസിന്റെ ഒക്കെ ഫോമുകള്, ട്രീറ്റ്മെന്റ് ചികിത്സാപരമായിട്ടുള്ള റെക്കോർഡുകൾ, ഇൻവെസ്റ്റിഗേഷൻ മറ്റു കേസുകൾ, അതുപോലെ ആക്സിഡന്റ് അങ്ങനെയുള്ള കേസുകളൊക്കെ വരുമ്പോൾ അതിന്റെ റെക്കോർഡ്സുകൾ, ദെൻ കൺസെന്റ് ഫോംസ്. ദെൻ അതിന്റെ താഴെയുള്ള ഒരു പാരഗ്രാഫ് നോക്കാം. എവറി ഹോസ്പിറ്റൽ മസ്റ്റ് മെയിൻറ്റെയിൻ ദ മെഡിക്കൽ റെക്കോർഡ്സ്
relating to his or her indoor patients or period of 3 years from the date of commencement of the treatment. Commencement എന്ന് വെച്ചാൽ ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതിന് മുൻപ് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു എവറി ഇൻഡോർ പേഷ്യൻസ് അവിടെ അഡ്മിറ്റ് ആവുന്ന പേഷ്യൻസിന്റെ ഫയലുകൾ റെക്കോർഡ്സുകൾ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 3 years എങ്കിലും നമ്മൾ ഹോസ്പിറ്റലിൽ മെയിൻറ്റെയിൻ ചെയ്യണം, അതായത് സൂക്ഷിക്കണം. 3 years മിനിമം 3 years എങ്കിലും ആ പേഷ്യൻസിന്റെ റെക്കോർഡ് കീപ്പ് ചെയ്യണം. 3 years എന്നുള്ളത് ഒന്ന് റൗണ്ട് ചെയ്ത് വെച്ചേക്കോ കേട്ടോ. 3 years എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാലോ. 3 years ആണ് മിനിമം നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. ഒന്ന് വായിച്ചു നോക്കുക. ക്ലിനിക്കൽ റെക്കോർഡ്സുകൾ ഏതൊക്കെയാണെന്നത് വായിക്കുമ്പോൾ തന്നെ അത് പഠിച്ചും കൂടി എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. എളുപ്പമാണ്. പറ്റുന്നത് നമുക്ക് ക്ലാസ്സിൽ ഇരുന്ന് മാക്സിമം പഠിക്കാൻ പറ്റുന്നത് നിങ്ങൾ ക്ലാസ്സിൽ തന്നെ പഠിച്ചു പോകാം. ഇതിനാണ് ഞാൻ വായിക്കാനായിട്ട് നിങ്ങൾക്ക് സമയം തരുന്നത് അല്ലെ. എനിക്കറിയാം ഞാൻ ഇങ്ങനെ ചിലപ്പോൾ വായിപ്പിക്കുന്നത് പലർക്കും ഡിസ്റ്റർബായിട്ട് തോന്നിയിട്ടുണ്ടാവും. ഡിസ്റ്റർബായിട്ട് തോന്നുന്നുണ്ടോ? മിസ് നടന്ന ക്വസ്റ്റൻ എടുത്ത് പോയിക്കൂടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാകാം പലവരും. പക്ഷെ ഞാൻ വായിക്കാനായിട്ട് നിങ്ങൾക്ക് സമയം തരുന്നത് 2 കാര്യമുണ്ട് അതില്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വായിക്കുമ്പോ എനിക്ക് വേണമെങ്കിൽ എടുത്ത് പോകാം, ഒറ്റയടിക്ക് എനിക്കൊന്ന് 2 പേജസ് കവർ ചെയ്ത് പോകാം. പക്ഷെ എന്താ പറയാ, നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അപ്പോഴും കുറച്ചു പേരെങ്കിലും മനസ്സിലാവാത്തവരുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ അവർക്ക് വായിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ വീണ്ടും എന്നോട് ചോദിക്കാറുണ്ട് മനസ്സിലാവാത്ത ഭാഗം അല്ലെ. അപ്പൊ ഞാൻ റിപ്പീറ്റ് ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വായിപ്പിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ആ വായിക്കുന്നതിലൂടെ കുറച്ച് കാര്യം നിങ്ങളുടെ മനസ്സിൽ കയറും ആ ഒരൊറ്റ വായനയിലൂടെ. ഈ 2 കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് വായിക്കാം അല്ലെ. എനിക്കറിയില്ല ബാക്കി ടീച്ചേഴ്സ് എങ്ങനെയാണ്. ഓരോ ടീച്ചേഴ്സും ഓരോ വേയിലായിരിക്കുമല്ലോ ഫോളോ ചെയ്യുന്നത്. അപ്പൊ കുഴപ്പമില്ല, വായിക്കണം കേട്ടോ. ഒന്ന് വായിച്ചു നോക്കി. ക്ലിനിക്കൽ റെക്കോർഡ്സ് വായിക്കാം. പയ്യെ പോയാൽ മതിയെന്നോ? അങ്ങനെ പയ്യെ പോയിട്ട് കാര്യവുമില്ല. എങ്കിലും നമ്മളൊരു നോർമൽ സ്പീഡിൽ തന്നെയാണ് പോകുന്നത്. ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ ചോദിച്ചു നിങ്ങളോട് ഇങ്ങനെ ഈ ഒരു സ്പീഡ്. ഞാൻ നോർമൽ എന്റെ ഒരു സ്പീഡ് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. എക്സാംസിന്റെ ഡീറ്റെയിൽ ഒക്കെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. ക്ലാസ് ഒന്നും കാണാണ്ടോ ഇനി. എക്സാം ഒക്കെ നമുക്ക് ടൈം ആകുമ്പോൾ പറയും, പേടിക്കേണ്ട. നിങ്ങൾ ഇപ്പൊ എക്സാമിന്റെ കാര്യം ഓർത്ത് ടെൻഷൻ ആവേണ്ട കേട്ടോ. 3 years എന്നുള്ളത് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. വായിച്ചു എല്ലാവരും ക്ലിനിക്കൽ റെക്കോർഡ്സ്. അടുത്തൊരു സെക്ഷൻ ആണ് ജോബ് ഡിസ്ക്രിപ്ഷൻ OPD അസിസ്റ്റന്റ്. ഇനി OPD അസിസ്റ്റന്റിന്റെ ജോലി വിവരണം, അതായത് OPD അസിസ്റ്റന്റിന്റെ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കാം. പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുകയാണ്. അറേഞ്ച്മെന്റ്സ് ഓഫ് നെസസറി ഇൻസ്ട്രുമെന്റ് ഫോർ OPD. OPDയിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ എന്ത് ചെയ്യുക? അറേഞ്ച് ചെയ്ത് വെക്കുക. Then directing patients from one place to other place inside the hospital. ഹോസ്പിറ്റലിനുള്ളിൽ തന്നെ പേഷ്യൻസിന് മറ്റൊരു പ്ലേസിലോട്ട് ഡയറക്ഷൻസ് മീൻസ് ചില പേഷ്യൻസിന് അറിയാൻ പറ്റില്ല. ഇപ്പോ ലാബ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലബോറട്ടറി എവിടെയാണെന്ന് അവർക്ക് അറിയില്ലായിരിക്കും. അപ്പൊ ഒന്ന് ലബോറട്ടറി ഒന്ന് കാണിച്ചു കൊടുക്കുക. അങ്ങനെ ആ ഒരു ഡയറക്ഷൻ ഒന്ന് കാണിച്ചു കൊടുക്കാന്ന്, എവിടെയൊക്കെയാണെന്നുള്ളത് നമ്മൾ ഹെൽപ്പ് ചെയ്യുക. ട്രാൻസ്ലേറ്റിംഗ് ഇൻ കേസ് ഓഫ് റിക്വയർമെന്റ്, ആവശ്യമെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാന്ന്. ചിലപ്പോ ഇപ്പൊ ഹോസ്പിറ്റലുകളിൽ എല്ലാവരും മലയാളികൾ തന്നെ വരണമെന്നില്ലല്ലോ അല്ലെ. ഇന്ന് നമുക്കറിയാം അന്യ സംസ്ഥാന തൊഴിലാളികൾ ഒത്തിരി പേര് ഒരു ഫാമിലി ആയിട്ടൊക്കെ താമസിക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പൊ ചിലപ്പോ അവർക്ക് അറിയില്ലായിരിക്കും, നമ്മൾ പറയുന്ന കാര്യം ചിലപ്പോൾ അറിയില്ല എങ്കിൽ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുക. ആവശ്യമെങ്കിൽ കേട്ടോ, വെൻ റിക്വയർ, ആവശ്യമെങ്കിൽ മാത്രം ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഇവർക്ക് എന്തെങ്കിലും മനസ്സിലാവാത്തത് എന്തെങ്കിലും നമ്മൾ എന്ത് ചെയ്യാവുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുക. Then passing case sheet to other department.
പേഷ്യന്റിന്റെ ആ ഒരു കേസ് ഷീറ്റ് മറ്റു ഡിപ്പാർട്ട്മെന്റുകളിലോട്ട് കൊടുക്കുക, പാസ് ചെയ്ത് കൊടുക്കുക. എക്സ്പ്ലെയിനിങ് ബേസിക് ഡീറ്റെയിൽസ്, പേഷ്യൻസിനോട് അടിസ്ഥാന കാര്യങ്ങള് ഡീറ്റെയിൽസ് എക്സ്പ്ലനേഷൻ ചെയ്ത് കൊടുക്കുക. എന്തൊക്കെയാണ് ബേസിക് ഡീറ്റെയിൽസ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്? ലൈക്ക് മെഡിസിൻസിന്റെ ഡീറ്റെയിൽസുകള്, അതുപോലെ ട്രീറ്റ്മെന്റ്, റീസൺ ഫോർ വെയിറ്റിംഗ് അല്ലെ, നമ്മൾ പറഞ്ഞു പുറത്ത് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ നമ്മൾ ചോദിക്കാറില്ലേ എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരുപാട് നേരം ലേറ്റ് ആകുമ്പോൾ ഇത്ര ടൈം ആകുന്നൊക്കെ നമ്മൾ ഒ.പി അസിസ്റ്റന്റിനോടാണ് ചോദിക്കുന്നത്. ദെൻ ടു പേഷ്യൻസ്, അപ്പൊ ബേസിക് ആയിട്ടുള്ള ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പേഷ്യൻസിനോട് പറഞ്ഞു കൊടുക്കുക. ദെൻ അസിസ്റ്റ് ടു ഓപ്പൺ ന്യൂ മെഡിക്കൽ റെക്കോർഡ്, പേഷ്യൻസിന്റെ പുതിയ മെഡിക്കൽ റെക്കോർഡ് ഓപ്പൺ ചെയ്യാനായിട്ട് അസിസ്റ്റ് ചെയ്യുക. ദെൻ എൻഷുർ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, കസ്റ്റമറിന്റെ സംതൃപ്തി ഉറപ്പുവരുത്തുക. കസ്റ്റമർ എന്ന് പറയുന്നത് ആരാണ് ഇവിടെ? കസ്റ്റമർ, ഹോസ്പിറ്റലിലെ കസ്റ്റമർ ആരാണ്? പേഷ്യന്റ് ആണ്. പേഷ്യന്റിന്റെ സംതൃപ്തി ഉറപ്പുവരുത്തുക, അതായത് പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള സേവനങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് പേഷ്യന്റിന്റെ സംതൃപ്തി ഉറപ്പുവരുത്തുക. ഇത്രയും കാര്യങ്ങളാണ് ഒരു OPD അസിസ്റ്റന്റ് ചെയ്യുന്നത്. ഓക്കെ, ഒരു പ്രാവശ്യം കൂടി പറയാം, ശ്രദ്ധിക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് OPD-യിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സുകൾ അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തു വെക്കുക. രണ്ടാമതായിട്ട് പറയുന്നത് പേഷ്യൻസിനെ ഒരിടത്ത് നിന്നും മറ്റൊരിടത്തേക്ക്, ഇതാണ് എക്സാമ്പിൾ പറഞ്ഞത്, എക്സ്റേ എടുക്കണോ അല്ലെങ്കിൽ ലബോറട്ടറിയിൽ ഏതെങ്കിലും ടെസ്റ്റിന് കൊണ്ടുപോവുകയാണെങ്കിൽ അവർക്കൊന്നും കാണിച്ചു കൊടുക്കുക എവിടെയാണെന്ന്. ദെൻ ട്രാൻസ്ലേറ്റിംഗ് ഇൻ കേസ് റിക്വയർമെന്റ്, ആവശ്യമെങ്കിൽ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ പാസിംഗ് കേസ് ഷീറ്റ് ടു അതർ ഡിപ്പാർട്ട്മെന്റ്, മറ്റു ഡിപ്പാർട്ട്മെന്റിലോട്ട് ആ കേസ് ഷീറ്റ് എന്ത് ചെയ്യുക, ഒന്ന് പാസ് ചെയ്ത് കൊടുക്കുക. ദെൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കുക, മെഡിസിനെ കുറിച്ചോ ട്രീറ്റ്മെന്റ്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങള്. ദെൻ പുതിയ ന്യൂ മെഡിക്കൽ റെക്കോർഡ്സ് ഓപ്പൺ ചെയ്യാനായിട്ട് അസിസ്റ്റ് ചെയ്യുക. അതുപോലെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, പേഷ്യന്റിന്റെ സംതൃപ്തി ഉറപ്പുവരുത്തുക. ഓക്കെ, ദെൻ താഴെ എക്സാമ്പിൾ ആണ് തന്നിരിക്കുന്നത്, ഒരു രജിസ്ട്രേഷൻ ഫോമിന്റെ എക്സാമ്പിൾ ആണ്. ടെക്സ്റ്റിൽ ക്ലിയർ ആണോ? ക്ലിയർ ആണോ നിങ്ങൾക്ക്? ചെറിയ കുഞ്ഞു ലെറ്ററുകളാണ്, അയക്കാൻ പറ്റുന്നുണ്ടോ? ജസ്റ്റ് ഒരു മോഡലാണത്. ഇല്ല, ഓക്കെ. അത്യാവശ്യം അതിൽ വേറൊന്നുമില്ല പറഞ്ഞിരിക്കുന്നത്, രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ ആ ഒരു സിസ്റ്റത്തിൽ വരുന്ന പേജ് ആണ് കാണിക്കുന്നത് കേട്ടോ. പേജ് ആണ്. ഓക്കെ, അപ്പൊ അതില് പേഷ്യന്റിന്റെ ID, നമ്മളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ, ഏത് ഡോക്ടറെയാണ് കാണുന്നത്, അങ്ങനെയുള്ള ഹോസ്പിറ്റൽ ഡീറ്റെയിൽസ് ആയിട്ട് പേഷ്യന്റിന്റെ ഡോക്ടേഴ്സിന്റെ നെയിമും കാര്യങ്ങളൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ഒരു മോഡൽ തന്നിരിക്കുകയാണ്. ദെൻ ജോബ് ഡിസ്ക്രിപ്ഷൻ ഒന്ന് പെട്ടെന്ന് വായിച്ചു നോക്കാം കേട്ടോ. കംപ്ലീറ്റ് ചെയ്തോ? ദെൻ ഈ ഒരു ചാപ്റ്ററിലെ ലാസ്റ്റ് സെക്ഷൻ ഉള്ളത് ഗസ്റ്റ് റിലേഷൻ ഓഫീസർ, അടുത്തൊരു പേഴ്സൺ ആണ്, അദ്ദേഹത്തിന്റെ കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ആണ് ഇനിയുള്ളത് ഈ ഒരു ചാപ്റ്ററിൽ. നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ അത് എടുക്കാം അല്ലെ. ഇന്ന് ഇത്രയും പഠിച്ചത് അത്രയും ക്ലിയർ ആണോ എല്ലാവർക്കും? നമ്മൾ നോക്കിയത് സ്പെസിഫിക് പ്രോബ്ലംസും ദെൻ പ്രോബ്ലംസിനെ മെത്തേഡ് സോൾവ് ചെയ്യുന്ന കാര്യങ്ങളും, ദെൻ ക്ലിനിക്കൽ റെക്കോർഡ്സ് ആൻഡ് OPD അസിസ്റ്റന്റിന്റെ ഡ്യൂട്ടീസ്, ഇത്രയും കാര്യങ്ങളാണ് നോക്കിയത്. അണ്ടർലൈൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകം പഠിക്കുക. ഓക്കെ, ദെൻ ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നമ്മൾ ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു 5 minutes ആണ് നിങ്ങളോട് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളോ ക്ലിയർ ചെയ്യാനായിട്ടുള്ളത്. ക്ലാസ് ഓക്കെ ആണോ? ഫോളോ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടോ ആർക്കെങ്കിലും? ഓക്കെ ആണോ? ഫോളോ ചെയ്യുന്നതിൽ സ്പീഡ് കൂടുതലോ അങ്ങനെ പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഓക്കെ. അപ്പോ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അടുത്തൊരു സെക്ഷൻ നമുക്ക് എടുക്കാം കേട്ടോ. Okay, thank you all. Thank you, Miss. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you.